CPI സ്ഥാനാർത്ഥികൾ ആരാണ് എന്നൊക്കെ ഇന്നറിയാം. സ്ഥാനാർത്ഥി നിർണയത്തിനായി CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം എല്ലാം ഇന്ന് ചേരുന്നുണ്ട്. മണ്ണാർക്കാട്ട് പൊതു സ്വതന്ത്രനെയാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി പല പേരുകൾ ഉയർന്നെങ്കിലും സംസ്ഥാന നേതൃത്വമാകും അന്തിമമായ തീരുമാനമെടുക്കുക. തിരുവനന്തപുരത്ത് ഈ CPIയുടെ സ്ഥാനാർത്ഥികളുടെ അപ്ഡേഷനുമായി ഷബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോവുകയാണ്. CPI സംബന്ധിച്ച ചില ആശങ്കകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ മറികടന്ന് അവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പൂർണ്ണ അർത്ഥത്തിൽ കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ഇന്ന് ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25 സീറ്റിലാണ് കഴിഞ്ഞ തവണ CPI മത്സരിച്ചത്. ഇതിൽ 17 പേരാണ് ജയിച്ചത്. മന്ത്രിമാരുടെ എണ്ണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. 2 തവണ മത്സരിച്ചവരെ അല്ലെങ്കിൽ ടു ടൈം വ്യവസ്ഥ അതടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക ഇന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിമാരിൽ K രാജൻ ഒഴികെ മറ്റ് 3 പേർക്കും മാനദണ്ഡങ്ങൾ തടസ്സമാകില്ല. എന്നാൽ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇളവടക്കമുള്ള കാര്യങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കൗൺസിലുകളും ശുപാർശ ചെയ്ത പേരുകൾ ചർച്ച ചെയ്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ധാരണയിലെത്തും. സംസ്ഥാന കൗൺസിലായിരിക്കും അന്തിമ തീരുമാനം CPI എടുക്കുക. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പൽ സ്ഥാനാർത്ഥിയാകും. നാദാപുരത്ത് P വസന്തം, P ഗവാസ് എന്നിവരാണ് പട്ടികയിലുള്ളത്. മൂവാറ്റുപുഴയിൽ N അരുൺ മത്സരിക്കും. തൃശ്ശൂരിൽ പല പേരുകളുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വമാകും അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. കാരണം ചില മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി അക്കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നേതൃയോഗത്തിൽ എടുത്തിരുന്ന തീരുമാനം. മണ്ണാർക്കാട് പൊതുസന്ത്രനെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് CPIയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി അക്കാര്യത്തിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ആദ്യഘട്ട വിവരങ്ങൾ അത് പുറത്തുവരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.